ഗുഡ് മോർണിംഗ്. സുഖമാണോ എല്ലാവർക്കും? പ്രൊജക്റ്റൈൽ മോഷന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. നമ്മളിന്ന് ഫുള്ള് എക്സ് വൈ എന്നൊക്കെ വിളിച്ചുള്ള ക്ലാസ്സാണ് മുഴുവൻ. ഇച്ചിരി ബോറിംഗ് ആയിരിക്കും, പക്ഷെ നമുക്ക് യൂസ്ഫുള്ളാണ്. ബോർഡ് എക്സാമിന് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൂ ഈ ഭാഗത്തുനിന്ന്. അപ്പോൾ എൻട്രൻസ് ഒന്നും നോക്കുന്നില്ലേ, നിങ്ങൾ അധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻട്രൻസ് ആർക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് പ്രൊജക്റ്റൈൽ എന്ന പാഠഭാഗം പഠിക്കാം. ഇനി ഇത് എന്തിനാ പഠിക്കുന്നേ? നോക്കി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു നിർത്തിയായിരുന്നു. ഒരു പ്രൊജക്റ്റൈൽ മോഷൻ ഉണ്ട്, ഇതിന്റെ വെലോസിറ്റി കമ്പോണന്റ് വെക്ടറിൽ എഴുതാൻ വേണ്ടി നമ്മൾ പഠിച്ചായിരുന്നു. നമ്മൾ ഈ പോയിന്റിലെ വെലോസിറ്റി, ഈ പോയിന്റിലെ വെലോസിറ്റി, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ വെലോസിറ്റിയുടെ വെക്ടർ ഫോം നമ്മൾ പഠിച്ചായിരുന്നു. ഞാൻ ജസ്റ്റ് പറയാം. നമ്മൾ ഇങ്ങനെയാണ് ഇവിടുത്തെ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി. അതിന്റെ എക്സ് ആക്സിസിൽ യു കോസ് തീറ്റയും, തീറ്റ പറഞ്ഞാൽ ഈ തീറ്റ ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. ഈ ഭാഗം എന്നതാ യു സൈൻ തീറ്റ. ഈ ബോൾ നേരെ പോയിട്ട് ഇവിടെ വന്ന് വീഴുമ്പോൾ ഇവിടുത്തെ വെലോസിറ്റി ഇങ്ങനെയാണ് ഇതിന്റെ കമ്പോണന്റ്. വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായിട്ട് മാറ്റിയാൽ ഈ വശമാണ് തീറ്റ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതല്ലേ തീറ്റ, ഇങ്ങനെ വിട്ടാൽ ഈ വശം തീറ്റ, ഇത് തീറ്റ. ഇതെന്നാ വരും? യു കോസ് തീറ്റ. ഈ താഴേക്ക് എന്നാ വരും? യു സൈൻ തീറ്റ. അപ്പൊ ഇത് വെക്ടർ ഫോമിൽ എഴുതാൻ നേരത്ത് ഈ പോയിന്റിലെ വെക്ടർ ഫോം വെലോസിറ്റി യു വെക്ടർ ഇസ് ഈക്വൽ ടു എക്സ് ആക്സിസിൽ അങ്ങോട്ടേക്കാണ്. അപ്പൊ യു കോസ് തീറ്റ ഐ ക്യാപ്. വലതുവശത്തേക്ക് എക്സ് ആക്സിസ് ഐ ക്യാപ്പ് ആണ് അവിടുത്തെ യൂണിറ്റ് വെക്ടർ. കമ്പോണന്റ് യു കോസ് തീറ്റ ആണ്. അപ്പൊ യു കോസ് തീറ്റ ഐ പ്ലസ് പ്ലസ് ആ വരുന്നത്, കാരണം ഇത് വൈ കമ്പോണന്റ് മുകളിലേക്കാണ്. വൈയിലേക്ക് നമ്മൾ എടുക്കുന്നത് ജെ ക്യാപ്പ്, പോസിറ്റീവ് ജെ ക്യാപ്പ്. അപ്പൊ യു സൈൻ തീറ്റ ജെ ക്യാപ്പ്. ഇത്രയേ ഉള്ളൂ. ഇവിടെയോ? ഇവിടെ എന്നാ വരും? ഫൈനൽ വെലോസിറ്റി വി വെക്ടർ ഇസ് ഈക്വൽ ടു എക്സ് ആക്സിസിലേക്ക് യു കോസ് തീറ്റ തന്നെയാണ്. അപ്പൊ ഐ ക്യാപ്പ് പ്ലസ് വൈ ആക്സിസിലേക്ക് മുകളിലേക്കല്ല താഴേക്കാണ്. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യണം? യു സൈൻ തീറ്റ കഴിഞ്ഞിട്ട് ആരാ? മൈനസ് ജെ ക്യാപ്പ്, മൈനസ് ജെ ക്യാപ്പ്. അപ്പൊ ആ മൈനസ് ഞാൻ ഇവിടെ ഇട്ടു. അപ്പൊ ഇതാണ് ഇവിടുത്തെ വെലോസിറ്റി കമ്പോണന്റ്, ഇവിടുത്തെ വെലോസിറ്റി കമ്പോണന്റ്. ഇനി ഇവിടുന്ന് നിങ്ങൾ ചോദിക്കുകയാണ് ഈ ആംഗിൾ കേട്ടോ. നമുക്ക് പഠിക്കാം. ഈ ഇവിടുത്തെ കമ്പോണന്റ് വരും. ഇവിടെ വെർട്ടിക്കൽ വെലോസിറ്റിയുടെ കമ്പോണന്റ് 0 ആണ്. അതുകൊണ്ട് ഇവിടുത്തെ വെലോസിറ്റി പിന്നെ യു തന്നെ എടുക്കുകയാണ്, ഇടയ്ക്കുള്ള ഒരു വാല്യൂ അതാണ് വി. വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ്. ജെ മുകളിലേക്ക് വെലോസിറ്റി കമ്പോണന്റ് ഉണ്ടോ? ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ നമ്മൾ പഠിച്ചു അല്ലേ? പക്ഷെ നമ്മൾ ചോദിക്കുകയാണ് ഇതിന്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലെ വെലോസിറ്റിയുടെ കമ്പോണന്റ് മാർക്ക് ചെയ്യാനായിട്ട്. അതായത് എക്സിലേക്ക് എത്രയുണ്ട്, വൈയിലേക്ക് എത്രയുണ്ട്. എക്സിലേക്ക് എനിക്ക് ഉറപ്പാണ്, കാരണം എക്സിലേക്ക് ഒരു ആക്സിലറേഷൻ ഇല്ലാത്തത് കൊണ്ട് എക്സിൽ മാറ്റം ഉണ്ടാവില്ല. യു കോസ് തീറ്റ തന്നെയായിരിക്കും. കണ്ടോ, ഇവിടെ അത്. പക്ഷെ വൈയിലെയോ? പാടാണ്. നമുക്ക് വൈയിലെ വെലോസിറ്റി കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ അപ്പൊ നമ്മൾ അവിടെ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ആ ഭാഗം കണ്ടുപിടിക്കാനാണ് നമുക്ക് ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് പ്രൊജക്റ്റൈൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നോക്കി, ഞാനൊരു ഗ്രാഫ് വരാം. നമുക്ക് എന്തുകൊണ്ടാണ് ഒരു പാത്തിന്റെ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ തന്നെ ഗുണം ഞാൻ കാണിച്ചു തരാം. കൊണ്ട് നോക്കിയോ, ഞാൻ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പോകണേ. നിങ്ങളുടെ പരീക്ഷ നിങ്ങളോട് ചോദിച്ചു ഈ ഗ്രാഫിൽ നിങ്ങൾ ടീച്ചർ ക്വസ്റ്റ്യൻ ഇട്ടേക്കോ, ഒരു ഗ്രാഫ് വരച്ചു ടീച്ചർ കേട്ടോ. ക്ലാസ്സിൽ ഒരു ഗ്രാഫ് വരച്ചു എന്നിട്ട് നിങ്ങളോട് ചോദിച്ചേക്കാണ് 2.25 വൈ ആക്സിസിലെ പോയിന്റ് മാർക്ക് ചെയ്യാം കേട്ടോ. എക്സ് 2.25 ആകുമ്പോൾ വൈ ആക്സിസിലെ പോയിന്റ് മാർക്ക് ചെയ്യാനാണ് നിങ്ങൾ ചോദിച്ചേക്കോ. ഓക്കെ, ടീച്ചർ എന്ന ഗ്രാഫ് ഇതാണ്. ടീച്ചർ എന്ന ഗ്രാഫ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? 2.25 അപ്പോൾ ഏകദേശം 2.25 ഏകദേശം 2.5 ഇത്രയും പകുതി വരും. അപ്പൊ അതിന്റെ പകുതി വന്ന് ഇത്രയും വരും. നിങ്ങൾ നേരെ സ്കെയിൽ എടുത്തിട്ട് നേരെ മുകളിലേക്ക് വെച്ചു. അപ്പോൾ ഇത് ഇവിടം വരെ കിട്ടി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഇവിടുന്ന് നേരെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി 6 ഏകദേശം ഒരു 6.2
6.2 വരെ കിട്ടി. അത്രയ്ക്ക് ആക്യുറസി ഉള്ളൂ, അത്രയ്ക്ക് മനസ്സിലായുള്ളൂ. 6.2 വരെ കിട്ടി. അപ്പൊ നിങ്ങളുടെ കൊടുത്ത ടീച്ചർ പറഞ്ഞു ഇത് തെറ്റാ. കാരണം എന്നാ, ടീച്ചർക്ക് അറിയാം ടീച്ചർ വരച്ച ഗ്രാഫ് ഇത് എന്താ, ഈ ഗ്രാഫ് എന്നതാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ സൂക്ഷിച്ച് നോക്കി, ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ പറയാൻ പഠിക്കായിരുന്നു. ബേസിക് മാത്സ് വീഡിയോയില്, ബേസിക് മാത്സ് ക്ലാസ്സിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഗ്രാഫ്, കോമൺ ഗ്രാഫ്. അതിൽ ഗ്രാഫ് ഉണ്ട്. ഏതാ മക്കളെ ഗ്രാഫ്? കണ്ടോ, 1ന് 1 ടീച്ചർ മാർക്ക് ചെയ്തേക്കുന്നത്, 2ന് 4 മാർക്ക് ചെയ്തേക്കുന്നത്, 3ന് 9 ഈ 9 ഏതാണ്ട് ഈ ഭാഗത്ത് കേട്ടോ, മാർക്ക് 3ന് 9 മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് ഗ്രാഫ് ഏതാ? y = x². അതായത് y എന്ന് പറയുന്നത് എക്സിന്റെ സ്ക്വയർ ആണ്. അതാ ടീച്ചർ ചോദിച്ചത് 2.25 ആണ്. അപ്പൊ ടീച്ചർക്ക് അറിയാം 2.25 എന്തേ കിട്ടുള്ളൂ? 2.25ന്റെ സ്ക്വയർ അതെത്രയാ? 6.25 കണ്ടല്ലേ. അപ്പൊ ടീച്ചർക്ക് ഉറപ്പത് 6.25 കിട്ടുള്ളൂ. കാരണം ടീച്ചർക്ക് അറിയാം y = x². അതായത് ഈ പാത്ത് ഓഫ് പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ ഈ കർവിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈ സ്കെയിൽ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, വരില്ലായിരുന്നു. അപ്പൊ അതാണ് നമുക്ക് ഇവിടെ യൂസ്ഫുൾ. നമുക്ക് ഇതിന്റെ പാത്തിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാമെങ്കിൽ, നമുക്ക് ഇവിടുത്തെ പോയിന്റ്, ഓരോ പോയിന്റും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള എക്സിന്റെ ദൂരം, ഈ വൈന്റെ ദൂരം, വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്തറിഞ്ഞാല് ഈ ഇക്വേഷൻ ഓഫ് പ്രൊജക്റ്റൈൽ അറിയുവാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ നമുക്കറിയാം നമ്മൾ പ്രൊജക്റ്റൈൽ മോഷനിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നത്? പ്രൊജക്റ്റൈൽ മോഷൻ 2 ഡയമെൻഷണൽ മോഷനാണ്. എക്സിലേക്ക് മാറ്റമുണ്ട്, വൈയിലേക്ക് മാറ്റമുണ്ട് ത്രൂ ഔട്ട് ദ മോഷൻ. അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് ഓരോന്നോരോന്നായിട്ട് ചെയ്താൽ ഗുണം എന്നാ? സ്ട്രെയിറ്റ് ലൈൻ മോഷന്റെ ഇക്വേഷൻ കിട്ടും. എന്ന് വെച്ചാല് ആദ്യം നമ്മൾ എക്സിലേക്കുള്ളത് മാത്രം എടുത്ത് എല്ലാ പ്രോപ്പർട്ടിയും നമ്മൾ അപ്ലൈ ചെയ്യും. നമുക്കറിയാം ഇക്വേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് എക്സിലേക്ക് എത്രത്തോളം ഡിസ്പ്ലേസ്മെന്റ്, അതിന്റെ വെലോസിറ്റി എന്നൊക്കെ കണ്ടുപിടിക്കും. അതേപോലെ നമ്മൾ വൈയിലേക്കുള്ളത് കണ്ടുപിടിക്കും. പിന്നെ നമ്മൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്യും. അപ്പൊ നമുക്ക് 2 ഡയമെൻഷൻ മോഷൻ കിട്ടും. കാരണം നമുക്കറിയാവുന്ന നമ്മൾ 3ാം പാഠത്തിൽ പഠിച്ച സ്ട്രെയിറ്റ് ലൈൻ മോഷന്റെ ഇക്വേഷൻ മാത്രം, അതല്ല x = ut + ½ at², വെലോസിറ്റി v = u + at, v² - u² = 2as എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ ഒക്കെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അറിയത്തുള്ളൂ. ഇതാത്ത അങ്ങനെ ഇക്വേഷൻ ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് അതിവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് പണിയാം. ആദ്യം നമുക്ക് മോഷൻ എലോങ് എക്സ് ആക്സിസ് നമുക്ക് നോക്കാം എന്തൊക്കെയാ കിട്ടുന്നത് കേട്ടോ. അപ്പൊ എക്സിലേക്കുള്ള മോഷൻ കൺസിഡർ ചെയ്യാം. ഡിസ്പ്ലേസ്മെന്റ് എക്സ് കേട്ടോ, ഏതെങ്കിലും ഒരു പോയിന്റ്. ഇപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം, പി എന്ന് പറയുന്ന പോയിന്റ്, അല്ലെ എമ്മോ ഇഷ്ടമുള്ള പോയിന്റ്, എക്സ് വൈ എന്ന് എടുക്കാം കേട്ടോ. അപ്പൊ ഇത് ഇവിടെ നിന്ന് ഇവിടം വരെ എക്സിൽ മാറ്റം ഉണ്ടായെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ x = ut + ½ at². എക്സ് ആക്സിസിലേക്കുള്ള മോഷൻ എടുക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ux ടൈം എന്ന് പറയുന്നത് എന്നതാ? ടൈം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള മോഷൻ രണ്ടിനും ഒരേപോലെയാണ്. കല്ല് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ല പോകണം. അപ്പൊ വൈയിലും എക്സിലും എന്ത് മോഷനാണ്? സമയം സെയിം. സമയത്ത് ഞാൻ പ്രത്യേക പേര് കൊടുക്കുന്നില്ല കേട്ടോ. ആക്സലറേഷൻ എക്സിലേക്കുള്ള പേര് കൊടുത്തു, വെക്ടർ ആണ്. ഇനീഷ്യൽ വെലോസിറ്റി along x axis u cos theta into time plus half acceleration along x axis. അയ്യോ ആക്സിലറേഷൻ ഇല്ല, അപ്പൊ അവിടെ എന്നാ വരുന്നു? ax 0 into t². അപ്പൊ ഈ ടേം മൊത്തം 0 ആയി പോയി. അപ്പൊ x = u cos theta into t. ഇതാണ് പാത്ത് ഓഫ് ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് പ്രൊജക്റ്റൈൽ. ഏത്? എക്സിലേക്കുള്ള മാത്രം. അപ്പൊ എക്സിന്റെ ഇക്വേഷൻ ആണ് u cos theta into t. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ടൈം കണ്ടുപിടിക്കാം. x / u cos theta നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കിത് പണിയാം. മോഷൻ along x axis, y axis. y ഇക്വേഷൻ y = ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, x = ut + ½ at². സെയിം ഇക്വേഷൻ u × t + ½ at². ചില ബുക്കുകളൊക്കെ നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് +x0 എന്നൊരു വാല്യൂ ഉണ്ടാവും, അതേപോലെ ഇവിടെ +y0 എന്നും ഉണ്ടാവും. പക്ഷെ നമ്മളിവിടെ അളക്കുന്നതൊക്കെ ഒറിജിനിൽ നിന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെയൊക്കെ y0 ഒന്നും ആവശ്യമില്ല, അതേപോലെ x0 ആവശ്യമില്ല ഇവിടെ. അപ്പൊ ut + ½ at². അപ്പൊ നോക്കി ഇവിടെയൊക്കെ y യുടെ അളക്കുന്നുണ്ട്. ഞാൻ uy ay കൊടുക്കുക പേര്. uy
വൈ ആക്സിസിലേക്കുള്ള വെലോസിറ്റിയുടെ കമ്പോണന്റ് യു സൈൻ തീറ്റ ഇൻറ്റു ടി പ്ലസ് ഹാഫ് ആക്സിലറേഷൻ ഓൺ വൈ. വൈ ആക്സിസിൽ ആക്സിലറേഷൻ ഉണ്ടോ? ആ ഉണ്ട്, ഗ്രാവിറ്റി. അത് കാരണമാണല്ലോ താഴേക്ക് വരുന്നത് കല്ല്. ഗ്രാവിറ്റി എങ്ങോട്ടേക്കാ? താഴേക്ക്. അപ്പൊ എന്നാ വരും? മൈനസ് വരും. അപ്പൊ മൈനസ് ജി, പിന്നെ മൈനസ് ഇവിടെ ഇടുവാണേ, ഇൻറ്റു ടി സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. ഇതാണ് എന്ത്? വൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ y ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇത് കണ്ടുപിടിച്ചാൽ മതി. നമുക്കിപ്പോൾ ഈ പോയിന്റിൽ എക്സ് കാണണമെങ്കിൽ എന്നാ ചെയ്യണം? യു കോസ് തീറ്റ ഇൻറ്റു ടി ചെയ്യാം. അപ്പൊ ഏതെങ്കിലും ഒരു നിശ്ചിത സമയത്തെ പൊസിഷനാണ് ചോദിക്കുന്നതെങ്കിൽ ഇതാ ഈ ഇക്വേഷൻ കൊടുത്താൽ മതി. നമുക്ക് തന്നിട്ടുണ്ടാവും വെലോസിറ്റി, തന്നിട്ടുണ്ടാവും 30 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു ബോഡി ഞാൻ പ്രൊജക്ട് ചെയ്തു അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി. ആഫ്റ്റർ 2 സെക്കൻഡ് ആ ബോഡി ഇപ്പൊ എവിടെയാണ്, എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്? നമ്മൾ എങ്ങനെ ചെയ്യും? എക്സ് കാണും, ഈ ഇക്വേഷൻ യു കോസ് തീറ്റ ഇൻറ്റു ടി. യു അറിയാം, കോസ് തീറ്റ അറിയാം, ടി അറിയാം. ചോദിച്ചേക്കുന്നത് ആഫ്റ്റർ 3 സെക്കൻഡ്. അപ്പൊ ടി എത്രയാണ്? 3 സെക്കൻഡ്. അപ്പൊ എനിക്ക് എക്സ് കിട്ടി, ഇത്ര നീളം കിട്ടി, ഇവിടുന്ന് ഇത്രയും ദൂരം. വൈ കിട്ടാൻ വേണ്ടി എല്ലാ ടൈമും അറിയാവുന്ന വൈയും കിട്ടി. ഡിസ്പ്ലേസ്മെന്റോ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പൊസിഷനും ഇത്രയും ദൂരം, അതൊരു സ്ട്രേറ്റ് ലൈനാണ്. അതെന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? ഇത്രയും ദൂരം പ്ലസ് ഇത്രയും ദൂരം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? അപ്പോ കാരണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റിന്റെ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഏതായാലും എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഇത്രയേ ഉള്ളൂ. നമുക്കിനി നമ്മളുണ്ടോ കുറച്ച് മുമ്പ് പഠിച്ചില്ലേ വൈ ആക്സിസ് എക്സ് ആക്സിസ്. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച ഈ ഗ്രാഫിന്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നായിരുന്നു അല്ലേ? എക്സും വൈയും തമ്മിൽ റിലേഷൻ. നമ്മുടെ ആക്സിസ് നോക്കി, ഇത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. ഈ പ്രൊജക്ടൈൽ മോഷന്റെ ആക്സിസിനകത്ത് ഇങ്ങോട്ടേക്ക് എക്സും ഇങ്ങോട്ടേക്ക് എന്നതാ വൈയും ആണ്. ഇവിടെ നമുക്ക് നോക്കി ടൈം വരയ്ക്കാൻ പറ്റുമോ? ഈ ആക്സിസിൽ വരയ്ക്കാൻ പറ്റും. കാരണം എന്നറിയോ? ഇത് കണ്ടോ, എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി. ത്രൂ ഔട്ട് ദ മോഷൻ യു കോസ് തീറ്റ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ടൈം മാറുന്നതനുസരിച്ച് കറസ്പോണ്ടന്റ് ആയിട്ട് എക്സ് മാറുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ് മാറുന്നതനുസരിച്ച് ടി മാറുന്നുണ്ട്. ശരിക്കും അങ്ങനെ പറയാൻ പറ്റില്ല. ടൈം മാറുന്നതനുസരിച്ച് എക്സ് മാറുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എക്സിന്റെ ഇതേ സ്ഥലത്ത് ടി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ മനസ്സിൽ കേട്ടോ. ഇവിടെ വരച്ചേക്കുന്ന എക്സും വൈയും ആണ്. കാരണം പക്ഷെ ഇവിടെ നോക്കിയേ, നിങ്ങളുടെ എക്സിന്റെ ഇവിടെ 5 മീറ്റർ 10 മീറ്റർ 15 മീറ്റർ 20 മീറ്റർ എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. താഴെ ടൈമിന്റെ ആക്സിസ് മാറ്റി കൊടുക്കണമെന്നേ ഉള്ളൂ. 5 അല്ല, ഒരു 1 സെക്കൻഡോ 2 സെക്കൻഡോ 3 സെക്കൻഡോ അങ്ങനെ മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. ഇതേ ഗ്രാഫിനെ കിട്ടും. നമുക്കിനി ഈ വൈയുടെ ഇക്വേഷനകത്ത് എക്സിനെ കൊണ്ടുവരാം. എക്സിനെ കൊണ്ടുവരാനായിട്ട് ഇവിടെ ടൈമിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, എക്സ് ബൈ യു കോസ് തീറ്റ. അപ്പൊ ഈ ടീന്റെ അവിടെ എക്സ് ബൈ യു കോസ് തീറ്റ ഇട്ട് കൊടുക്കാം. യു ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എക്സ് ബൈ യു കോസ് തീറ്റ മൈനസ് ഹാഫ് ജി ഇൻറ്റു ടി എന്ന എക്സ് ബൈ യു കോസ് തീറ്റന്റെ ഹോൾ സ്ക്വയർ. യു വെട്ടിപ്പോയി, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ. അപ്പോ y ഈസ് ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് ഇവിടെ ആരൊക്കെ ഉണ്ട്? ഒരു ജി ഉണ്ട്, അടിയിലൊരു 2 ഉണ്ട്, എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇതല്ലേ? അപ്പൊ നമുക്കൊന്ന് മര്യാദക്ക് എഴുതിയാല് y ഈസ് ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് എക്സ് സ്ക്വയറിന് അപ്പുറത്തേക്ക് കൊണ്ടു, ബാക്കി ആരൊക്കെ ഉണ്ട്? ജി ബൈ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു എക്സ് സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, y ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് ജി ബൈ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു എക്സ് സ്ക്വയർ. ഇത് എക്സിന്റെ സ്ക്വയർ കേട്ടോ, എക്സ് സ്ക്വയർ. ഇതാണ് വൈയും എക്സും തമ്മിലുള്ള റിലേഷൻ. സൂക്ഷിച്ച് എക്സ് മാറുന്നതനുസരിച്ച് വൈക്കുള്ള മാറ്റം. ഈ ഇക്വേഷൻ ഒരു പരാബോളന്റെ ഇക്വേഷനാണ്. പരാബോളന്റെ ജനറൽ ഫോം എന്നതാണ് ax പ്ലസ് bx സ്ക്വയർ. അപ്പോൾ y is equal to ax പ്ലസ് bx സ്ക്വയർ. ഈ ടൈം ആരുടെ ആയിക്കോട്ടെ, അതിൽ എക്സ് കൊണ്ട് എക്സ് സ്ക്വയറിന്റെ ടൈം ഉണ്ട്, എക്സ് കൊണ്ട് എക്സ് സ്ക്വയറിന്റെ ടൈം ഉണ്ട്. ബി എന്നതാ ഇത്രയും ഭാഗം, എ എന്നതാ ഇത്രയും ഭാഗം. അപ്പോൾ ഇത് എന്തിന്റെ ഇക്വേഷനാണ്? ഒരു പരാബോളന്റെ ഇക്വേഷനാണ്. അപ്പോൾ ട്രജക്ടറി
ഇതിനെ പറഞ്ഞാൽ ട്രജക്ടറി, ആ പോയ വഴി, ട്രജക്ടറി എന്ത് ഷേപ്പാ? പരാബോളിക്. അപ്പൊ ഒരു പ്രൊജക്ടൈൽ മോഷന്റെ ട്രജക്ടറി എന്ത് ഷേപ്പാ? പരാബോളിക് ഷേപ്പാണ്. അതിന്റെ ഇക്വേഷൻ എന്നതാ? y is equal to x tan theta minus g by 2u square cos square theta into x square. അതിലെ y ന്റെ മാത്രം ഇക്വേഷൻ ആയിരുന്നെങ്കിലോ y equal to u sin theta t, അത് എഴുതി വെച്ചോ. y is equal to u sin theta t minus half g t square. ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന തന്നെയാണ്. ജസ്റ്റ് x is equal to ut plus half t square അപ്ലൈ ചെയ്താൽ മതി രണ്ടിനും. ഇതാണ് ഓർത്തിരിക്കേണ്ടത്. x tan theta minus g by 2u square cos square theta into x square. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആദ്യമാണ് ഇപ്പൊ തന്നെ ആൻസർ ചെയ്യാം. നമ്മളോട് സേ 2015 സേ പരീക്ഷയ്ക്ക് വെച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സേ 2015 വെച്ച ക്വസ്റ്റ്യൻ ആണ്. A body is projected into air at an angle theta with the horizontal. What is the trajectory followed by this projectile? തീറ്റ ആംഗിളിൽ ഞാനൊരു കല്ലെറിയാണ്, പ്രൊജക്ടൈൽ കേട്ടോ. എറിയുന്ന ഈ മോഷൻ നടത്തുന്ന ആൾക്കാരെ വിളിക്കുന്നവരാ പ്രൊജക്ടൈൽ. അത് ചിലപ്പോൾ കല്ലാവാം, മിസൈൽ ആവാം, ഷെല്ലാവാം. കാശ്മീരിലൊക്കെ വലിയ ഗണ്ണ് വെച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഗണ്ണ് വഴി പോകുന്നത് നേരെ പോയിട്ട് ഇങ്ങനെയാണ് വീഴുന്നത്. What is the trajectory? ട്രജക്ടറി എന്നാ? പാത്ത് എന്നാ ഷേപ്പാ? പരാബോള. എലിപ്സ്, പരാബോള, സ്ട്രെയിറ്റ് ലൈൻ, സർക്കിൾ. ഓപ്ഷൻ ബി പരാബോള. Give a mathematical proof for your answer. അത് നമ്മളിപ്പോൾ ചെയ്തത് പ്രൂവ് ചെയ്തു. ഇത് എന്ത് ഷേപ്പാ? പരാബോള ഷേപ്പാണ്. ഇതല്ല, ഇത് എന്തിന്റെ ഇക്വേഷനാ? പരാബോള അല്ല. അതുകൊണ്ട് പ്രൊജക്ടറി എന്നതാണ് പരാബോള. നമ്മൾ പാത്തിന്റെ ഇക്വേഷനാണ് വൈയും എക്സും നമ്മൾ റിലേഷൻ. അത് എന്ത് കിട്ടി? പരാബോള ഷേപ്പ് കിട്ടി. Trajectory of a body, see question. Trajectory of a body in a projectile motion is given by y equal to x minus x square by 80. X and y are in meters. Find maximum height of this projectile. Maximum height in equation u square sin square theta by 2g. നമ്മൾ ചോദിച്ചേക്കുന്നത് h is equal to u square sin square theta by 2g. u തന്നിട്ടുണ്ടോ? ഇല്ല. തീറ്റ തന്നിട്ടുണ്ടോ? ഇല്ല. g നമുക്കറിയാം. തന്നേക്കുന്നത് ഇതാണ്. ഇതെന്നതാ? ഇതാ തന്നേക്കുന്നേ. നോക്കി, നമ്മുടെ ഇക്വേഷൻ x y is equal to x tan theta minus g by 2u square cos square theta into x square അല്ലേ? രണ്ട് കമ്പയർ ചെയ്ത് ടാൻ തീറ്റയ്ക്ക് പകരം ഇവിടെ 1 കിടക്കുന്നത്. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു 1. ഇതാണ് ജനറൽ ഇക്വേഷൻ. അതിനെ വെച്ചിട്ട് തന്നേക്കുന്ന ഇക്വേഷൻ കമ്പയർ ചെയ്യുന്നു. ടാൻ തീറ്റ ഈക്വൽ ടു 1 ആണെങ്കിൽ തീറ്റ എത്രയാ? ടാൻ ഇൻവേഴ്സ് 1 അത് എത്രയാ? 45 ഡിഗ്രി. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കേട്ടോ. ബാക്കി ഇത്രയും ടൈമിന് കറസ്പോണ്ട് ആയിട്ട് എക്സ് സ്ക്വയറിന് ഒഴിവാക്കിയ 1/80 ഉണ്ട് അല്ലേ? അപ്പോൾ 1/80 ഈസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ അതെന്നതാ? കോസ് സ്ക്വയർ 45 ഡിഗ്രി. കോസ് 45 എത്രയാ? 1/√2. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1/2. ഈ ടൂവും വെട്ടിപ്പോയി. ബാക്കി ആരൊക്കെ ഉണ്ട്? ജി ബൈ യു സ്ക്വയർ ഈക്വൽ ടു 1/80. യു സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുപോകാം. യു സ്ക്വയർ ജീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. യു സ്ക്വയർ ബൈ ജി ഈസ് ഈക്വൽ ടു 80 അങ്ങോട്ട് കൊണ്ടുപോകും. 80 തിരിച്ചിട്ടു. യു സ്ക്വയർ ബൈ ജി ഈക്വൽ ടു 1/80 തിരിച്ചിട്ടു. 80 അത്രേ ഉള്ളൂ. ചോദിച്ചേക്കുന്ന h is equal to u square sin square theta divided by 2g. ഈ 2g നെ ഞാൻ g2 എഴുതി. എന്നറിയോ? യു സ്ക്വയർ ബൈ ജി എത്രയാണ് മക്കളെ? 80 അല്ല, യു സ്ക്വയർ ബൈ ജി എത്രയാണ്? 80. അത് യുവും ജി ഒന്നും കാണേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾക്ക് ഇവിടുന്ന് ജി 10 എഴുതിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് യു സ്ക്വയർ കാണാം. എങ്ങനെ വേണം ചെയ്യാം. ഞാൻ ഒരിച്ചിരി സ്റ്റെപ്പ് മുമ്പോട്ട് എഴുതുന്നേ ഉള്ളൂ. അപ്പൊ യു സ്ക്വയർ ബൈ ജി എത്രയാണ്? 80. സൈൻ സ്ക്വയർ തീറ്റ സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/2 അതിന്റെ സ്ക്വയർ എന്നതാ?
സൈൻ 40 എന്ന് പറഞ്ഞാൽ സൈൻ 45 1/√2 കേട്ടോ. അതിന് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2 ഡിവൈഡഡ് ബൈ 2 അല്ലേ. ഈ 1/2 ഇവിടെ വാ 2 അല്ലെങ്കിൽ വെട്ടിക്കണം 40 / 2 എത്രയാ 20. അപ്പോൾ എത്ര ആൻസർ 20 മീറ്റർ. അത് തന്നെയല്ലേ എക്സാം പാസ്സായോ? ആ പാസ്സായി. അപ്പോൾ എത്ര കിട്ടി 20 മീറ്റർ കിട്ടി. ഇങ്ങനെയാണ് നമ്മോട് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ഈ പ്രൊജക്ടറി ആയിട്ട് ബന്ധപ്പെട്ടത്. അല്ലാത്ത 2 ക്വസ്റ്റ്യൻ ഉണ്ട് എൻട്രൻസ് ബേസ്ഡ്, നമുക്ക് അത് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എഴുതിയാൽ മതി, ചെയ്ത് നോക്കിയോ. എ സ്റ്റോൺ ഈസ് ത്രോൺ വിത്ത് എ സ്പീഡ് ഓഫ് 10 m/s. അപ്പോൾ യു തന്നിട്ടുണ്ട് 10 m/s at an angle of projection 60 degree. Find its height above the point of projection when it is at a horizontal distance x തന്നിട്ടുണ്ട്. അപ്പോൾ ഏതോ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 3 meter from the thrower. Okay, take g equal to 10 m/s². എറിഞ്ഞ ആളുടെ അടുത്തുനിന്ന് അപ്പോൾ അളക്കേണ്ടത് തൈ ഇവിടെ കേട്ടോ. അപ്പോൾ എറിയുന്ന ആൾ ഇവിടെയാണ്. നമ്മൾക്ക് ഭയങ്കര വലിപ്പം കുറഞ്ഞ ആൾക്കാർ നമ്മൾ ഇവിടുന്ന് എറിയുന്നു കേട്ടോ. നമ്മൾ കുഞ്ഞാക്കി വരച്ചത് നമ്മുടെ ഹൈറ്റ് ഇവിടെ കൂട്ടുന്നില്ല. നമ്മുടെ ഹൈറ്റ് കൂട്ടുന്ന ആൾക്കാണെങ്കിൽ അവിടെ നമ്മൾ അടുത്തൊരു പോർഷൻ പഠിക്കും. ഇത് നോക്കി ഇതൊക്കെ എന്നതാ ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു അല്ലേ. ഇത് ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ഷനാണ്, പ്രൊജക്ടൈൽ മോഷൻ കേട്ടോ. ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് ഇതിന്റെ ഷേപ്പാണ് ഇതാ ഇങ്ങനത്തെ. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അടുത്ത ടോപ്പിക്ക് പഠിക്കും. ഇതാ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ ഇങ്ങനെ എറിയുന്നത്. അത് കഴിഞ്ഞ് പഠിക്കും ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ടല്ല എറിയുന്നത്, പകരം ഇങ്ങോട്ടേക്ക് എറിയുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ ഓട്ടി ഇങ്ങനെ വരും. അതിനുശേഷം പഠിക്കും നമ്മൾ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ എറിയുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ എറിയുന്നത്. ഇതെല്ലാം വെവ്വേറെയാണ്. ഞാൻ ഇതിന്റെ ഹെഡിങ് പറയാൻ മറന്നുപോയായിരുന്നു. ഇത് ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈലാണ്. പിന്നെ അവസാനം തന്നെ പഠിക്കും ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു പാഠഭാഗം പഠിക്കും. നമ്മൾ നിലത്ത് നല്ല എറിയുന്നത്, നിലത്തുനിന്നൊക്കെ എറിയും. പക്ഷെ നമ്മൾ എറിയുന്നത് ഇങ്ങോട്ടേക്ക് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ ഇവിടെ നിന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എറിയും. ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ട് തന്നെയാണ്. പക്ഷെ ഗ്രൗണ്ട് എങ്ങനെയാണ് ഒരു ഇൻക്ലൈൻഡ്. ഇവിടെ നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്. നമ്മളത് ഏറ്റവും അവസാനം പഠിക്കുള്ളൂ. ഓക്കെ ചെയ്തോ. ചോദിച്ചാൽ എന്തായിരുന്നു? എക്സ് അറിയാം, ഇവിടുത്തെ വൈ കാണാനായിട്ട് ചോദിച്ചിട്ടില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നോക്കിയേ, ഇക്വേഷൻ ഓഫ് ട്രജക്ടറി y is equal to x tan theta minus g divided by 2u square cos square theta into x square. നമ്മൾ വെച്ചേക്കുന്ന വെർട്ടിക്കൽ ഹൈറ്റ് ആയി വെച്ചേക്കുന്നത് ഈ പോയിന്റിൽ ഏതോ പോയിന്റ് ഇവിടെ ആയിരിക്കും, ഇവിടെ ആയിക്കോട്ടെ. അവിടുത്തെ എക്സ് തന്നിട്ടുണ്ട് എത്രയാ 3 മീറ്റർ. എക്സ് തന്നിട്ടുണ്ട് 3 മീറ്റർ. ടാൻ തീറ്റ തന്നിട്ടുണ്ടോ 60. ടാൻ 60 എത്രയാ √3. ജി 10 എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. 2 എത്രയാ 2 തന്നെ. യു സ്ക്വയർ എത്രയാ 10² അത് എത്രയാ 100. കോസ് സ്ക്വയർ തീറ്റ 2 × 100 × കോസ് 60 എത്രയാ സൈൻ 60 √3/2. അപ്പോൾ ഇതെന്നെ വരും ഇൻറ്റു എക്സ് സ്ക്വയർ. എക്സിന്റെ സ്ക്വയർ എത്രയാ 9. ചെയ്താൽ പോരെ? ചെയ്തേക്ക് എത്ര കിട്ടുന്നത് ചെയ്തോ. ഇവിടെ 1/2 അല്ല, 1/2ന്റെ സ്ക്വയർ ആണ് കേട്ടോ. കാരണം കോസ് സ്ക്വയർ തീറ്റ അല്ലേ. കോസ് സ്ക്വയർ തീറ്റ കോസ് തീറ്റ 1/2 എടുത്തേ. അപ്പോൾ 1/4. ഈ 4നെ നമുക്ക് 1/4 അവിടെ കിടക്കട്ടെ. ഇതൊന്നും വെട്ടിക്കളയാം. 25. 2 × 25 എത്രയാ 50. 0 വെട്ടി 1/5 അതായത് 9/5. 15 √3 - 9 ഡിവൈഡ് ബൈ 5 ഏകദേശം എത്ര കിട്ടും മക്കളെ? 3.396 മീറ്റർ കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് ഇത് കിട്ടുമോ നോക്കാം. അപ്പോൾ ഈ ഹൈറ്റ് എത്രയായിരിക്കും 3. അപ്പോൾ ഇവിടുത്തെ എക്സ് വൈ എന്ന് പറഞ്ഞാൽ 3.396. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നെങ്കിലോ ഇത്രയും ദൂരം 3, ഇത്രയും ദൂരം 3.396. അപ്പോൾ √3² + 3.396 ഹോൾ സ്ക്വയർ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ നീളം. ഇതാണ് മുഴുവൻ ഡിസ്പ്ലേസ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഇരിക്കും. ഏതെങ്കിലും കുഴപ്പമില്ല, ഈ പടം വരച്ചിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്യാം ഏതൊക്കെയാണ്. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 m/s. അപ്പോൾ യു തന്നേക്കാണ് 20 m/s. ഇൻ എ ഡയറക്ഷൻ മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 60 degree വിത്ത് ദി
ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആംഗിൾ തീറ്റ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. ഡിറ്റർമിൻ ഇറ്റ്സ് പൊസിഷൻ ആഫ്റ്റർ 0.5 സെക്കൻഡ്സ്. രണ്ടാമത്തത് വെലോസിറ്റി ആഫ്റ്റർ 0.5 സെക്കൻഡ്സ്. സെയിം സമയം വെച്ചിരുന്നു. 0.5 സെക്കൻഡ് കഴിഞ്ഞപ്പോഴും ഉള്ള പൊസിഷനും വെലോസിറ്റി. പോസ് ചെയ്തോ, കണ്ടുപിടിച്ചോ. നോക്കി, ആദ്യത്തെ പൊസിഷൻ ആഫ്റ്റർ 0.5 സെക്കൻഡ് ഞാൻ വരുന്നില്ല. 0.5 കഴിയുമ്പോൾ എവിടെയാണ്, ചിലപ്പോൾ ഇവിടെയാവും. അപ്പൊ ഞാൻ ജനറൽ ആയിട്ട് പോയിന്റ് എടുത്തു. പി എക്സ് വൈ ആണ് അതിന്റെ പോയിന്റ്സ്, എക്സും വൈയും. അപ്പൊ നമുക്ക് ഇത് മാർക്ക് ചെയ്യണം, പി ഓഫ് എക്സ് വൈ മാർക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് അതിൽ എക്സ് കാണാനായിട്ട് നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്നാ, എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി ആണ്. യു 20, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് 60 ഡിഗ്രി. അത്രയാ 1/2 ഇൻറ്റു ടൈം എത്ര സെക്കൻഡാ, 0.5. അപ്പൊ ഇത് എത്രയാ, 10 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 5 മീറ്റർ. അപ്പൊ എക്സ് എത്രയാ, 5. വൈ കാണാനായിട്ട് y is equal to u sin theta into t minus half gt square. u sin theta s is equal to ut plus half at square. u എന്ന് പറഞ്ഞാൽ sin, ഇങ്ങോട്ടേക്ക് u sin theta, y ലേക്കുള്ളത് u sin theta യും x ലേക്കുള്ളത് u cos theta. അപ്പോൾ u sin theta into t minus half at square എന്ന് പറഞ്ഞാൽ ഇവിടെ g ആണ്, t എന്ന് പറഞ്ഞാൽ 0.5 ആണ്. t ആയിരിക്കും അല്ലേ, t സ്ക്വയർ. അപ്പൊ യു എത്രയാ, 20 ഇൻറ്റു സൈൻ 60 ഡിഗ്രി, അത് എത്രയാ, √3/2. അപ്പൊ ഇൻറ്റു √3/2 ഇൻറ്റു 0.5, ടൈം എത്രയാ, 0.5 മൈനസ് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 0.5ന്റെ സ്ക്വയർ. ചേതേക്ക് എത്ര കിട്ടുന്നത്, ഇതൊക്കെ 5 ആയി, ഇതെത്രയായി, 10 ആയി. 10 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 5 √3 മൈനസ് 5 ഇൻറ്റു 0.5ന്റെ സ്ക്വയർ. ആൻസർ കിട്ടുന്നത് 7.43 മീറ്റർ. ഇവരുടെ ജി എടുത്തേക്കുന്നത് 9.8 ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണേ, 9.8. ഓക്കെ, അതാണ് ഇത്രയും. അപ്പൊ ഇവിടുത്തെ പോയിന്റ് 7.43. ഇതാണ് പൊസിഷൻ ആഫ്റ്റർ 0.5 സെക്കൻഡ്. നമുക്ക് കാണേണ്ടത് വെലോസിറ്റി ആഫ്റ്റർ 0.5 സെക്കൻഡ് ആണ്. അതായത് ചോദിച്ചേക്കുന്നത് ഈ പോയിന്റിൽ തന്നെ, കാരണം സെയിം സമയമല്ലേ, ഈ പോയിന്റിൽ തന്നെ വെലോസിറ്റി ചോദിച്ചേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്നുകിൽ 0.5 സെക്കൻഡിന് ശേഷമുള്ള വെലോസിറ്റി, അല്ലെങ്കിൽ 5 മീറ്റർ ഇൻ എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി, അല്ലെങ്കിൽ 7.43 വൈയിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുമ്പോഴുള്ള വെലോസിറ്റി. കേട്ടോ, ഇത് എല്ലാം സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താ ചെയ്ത് നോക്കിയാലേ ഇവിടുത്തെ വെലോസിറ്റി വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ എക്സിൽ ഒരു കമ്പൗണ്ട് ഉണ്ട്, വൈയിൽ ഒരു കമ്പൗണ്ട് ഉണ്ട്. ഈ രണ്ട് കമ്പൗണ്ട് ആണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. എക്സിലുള്ള കമ്പോണന്റ് ഒരിക്കലും മാറുന്നില്ല, അതെന്നതാ, യു കോസ് തീറ്റ തന്നെയാണ്. യു കോസ് തീറ്റ എന്നുള്ള എക്സ് കമ്പോണന്റ് ഇങ്ങോട്ട് മാറുന്നില്ല, കാരണം ആക്സലറേഷൻ ഇല്ല ആ ഭാഗത്തേക്ക്, ആ ഡയറക്ഷനിലേക്ക്. അപ്പൊ 20 ഇൻറ്റു കോസ് 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ എത്രയാ, 10 മീറ്റർ പെർ സെക്കൻഡ്. വൈയിലേക്ക് നോക്കിയാലോ, വെലോസിറ്റി അലോങ് വൈ ആക്സിസ്, ആക്സിലറേഷൻ ഉണ്ട് താഴേക്ക് ജി, അതുകൊണ്ട് അതിന്റെ ഇക്വേഷൻ എന്നാ വരും, ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള, അയ്യോ ഇതെന്താ ഇതേക്കുന്നത്, വെലോസിറ്റി v is equal to u പ്ലസ് a ഇൻറ്റു ടി. യു എന്ന് പറഞ്ഞാൽ u സൈൻ തീറ്റ പ്ലസ് ആക്സിലറേഷൻ, ആക്സിലറേഷൻ മൈനസ് ജി ആണ് അല്ലേ, അപ്പോൾ മൈനസ് ജി ഇൻറ്റു ടി. യു എത്ര, 20 ഇൻറ്റു √3/2 മൈനസ് 9.8 ഇൻറ്റു 0.5 ആണുള്ള സമയം. വെട്ടിപ്പോയി 10√3 മൈനസ് 9.8 ഇൻറ്റു 0.5. ഇത് ചെയ്താൽ എത്ര കിട്ടും ചോദിച്ചാൽ 12.42 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നോക്കിയേ,
ഇത് വെലോസിറ്റി ആണ് ചോദിച്ചതെങ്കിൽ വെലോസിറ്റി വെക്റ്റർ നിക്ക് ഇതിനെ എങ്ങനെ വെലോസിറ്റി വെക്റ്റർ എഴുതും? വെലോസിറ്റി വെക്റ്റർ ഇസ് ഈക്വൽ ടു എക്സിന് എത്രയാണ് മക്കളെ 10. അപ്പോൾ 10i പ്ലസ് 12.42 ജയിക്കാം കേട്ടോ. ഇതാണ് വെലോസിറ്റി വെക്റ്റർ. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് പറയണ്ടേ? ചോദിച്ചിരിക്കുന്ന വെലോസിറ്റി അല്ലേ, മാഗ്നിറ്റ്യൂഡ്. അതെങ്ങനെയാ? റൂട്ട് ഓഫ് 10 സ്ക്വയർ പ്ലസ് 12.42 സ്ക്വയർ. ചെയ്ത് നോക്കാം എത്ര കിട്ടുന്നതെന്ന്. ഇതിന്റെ സ്ക്വയർ എടുക്കുക, ഇതിന്റെ സ്ക്വയർ എടുക്കുക, കൂട്ടുക, റൂട്ട് കാണും. അതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി അപ്പൊ നോക്കി ഇവിടെ എവിടെയാണ് ഈ വെലോസിറ്റി വെക്റ്റർ ഉള്ളത്? എക്സിലേക്കുള്ള കമ്പൗണ്ടിന്റെ നീളം എനിക്കറിയാം 10. അപ്പൊ ഇതിന് ഞാൻ ഇങ്ങനെ വെക്റ്റർ കമ്പൗണ്ട് ചെയ്താൽ ഇത് 10ഉം വൈയിലേക്കുള്ളതോ 12.42. ഇനി ചോദിച്ചേക്കാണ് നിങ്ങളോട് ഈ വെലോസിറ്റി വെക്റ്റർ, ഈ വെലോസിറ്റി ഹൊറിസോണ്ടലുമായിട്ട് എത്ര ഡിഗ്രി ആംഗിളാണ് ഉണ്ടാക്കുന്നത്? ഇവിടെ എത്രയാണ്? ഇനീഷ്യൽ കേസിൽ തീറ്റ എത്രയാ തന്നിട്ടുണ്ട്? 60 ഡിഗ്രി. ഇത് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇത് ഈ ആംഗിൾ നമുക്ക് നോക്കാം എത്രയായിരിക്കുന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ ആൽഫ എടുത്തു, തീറ്റ എടുത്തില്ല, അപ്പൊ ആൽഫ എടുത്തു. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് 12.42 ഡിവൈഡഡ് ബൈ 10. ജനറൽ ഇക്വേഷൻ ഉണ്ട്. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു വെലോസിറ്റി അലോങ് y ഡിവൈഡഡ് ബൈ വെലോസിറ്റി അലോങ് x. കേട്ടോ? ചില എൻട്രൻസ് ടെസ്റ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. vy ഇക്വേഷൻ മക്കളെ u sin theta മൈനസ് gt അവിടെ കൊടുത്തിട്ടുണ്ട്. vx u cos theta അതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാര്യം അറിഞ്ഞാൽ മതി. അപ്പൊ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ഇത്രയും. അങ്ങനെയാണെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഇതെത്രയാ? 1.240 അല്ലേ? 1.24 എത്ര കിട്ടുന്നത്? 51.16. ഇത് ശരിയായിരിക്കും? ശരിയായിരിക്കും. ഇതിനേക്കാളും ചെറുതല്ലേ? ചെറുതാകൂലോ, കാരണം ഈ ആംഗിൾ പോകുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ലേ. അപ്പൊ ആഫ്റ്റർ 0.5 സെക്കൻഡ് ഇവിടെ ഇവിടെ ഏകദേശം ഇത്രയും ദൂരം നിറങ്ങി കഴിഞ്ഞാൽ പിന്നെ 0.5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇത്രയും ദൂരത്തായിരിക്കും. അപ്പൊ ഏകദേശം 51 ഡിഗ്രി, അതിനെക്കാട്ടിലും കുറവുള്ള ഡിഗ്രി. അപ്പൊ നമ്മുടെ ആൻസർ ശരി. ഇതാണ് നമുക്ക് ട്രജക്ടറി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണക്കുകൾ. നമ്മൾ പഠിച്ച ഈ ഫോമില്ലേ, ജനറൽ ഫോം ഓഫ് എ പ്രൊജക്ടൈൽ മോഷൻ അല്ലെങ്കിൽ ട്രജക്ടറി, ഇത് ഈ ഫോം അല്ലാതെ വേറൊരു ഫോം കൂടിയുണ്ട്. എന്നറിയോ? y is equal to x tan theta 1 minus x by r. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. r എന്നതാ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ, u square sin 2 theta by g. ഇതെങ്ങനെ കിട്ടുന്നറിയോ? സിമ്പിൾ ആണ്. ഇവിടെ നോക്കി, y is equal to x tan theta minus gx square divided by 2u square cos square theta നെ ഞാൻ sin theta കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യുക, ഹരിക്കുകയും ചെയ്യാം, ഗുണിക്കുകയും ചെയ്യാം, ഹരിക്കുകയും ചെയ്യാം. sin theta ഇവിടെ cos square theta അല്ലേ, അതിനെ നിങ്ങൾ cos theta എന്ന് എഴുതിക്കേ. sin theta by cos theta എന്നതായി tan theta. അപ്പോൾ അത് ഒഴിവാക്കാം. ഇവിടെ 2 sin theta cos theta ഉണ്ട്. 2 sin theta cos theta ആരുടെ ഇക്വേഷനാണ്? sin 2 theta. ട്രിഗണോമെട്രി. x സ്ക്വയർ tan theta എന്ന് ഒരു x tan theta, ഇവിടെ നിന്ന് ഒരു x tan theta എടുത്തു. അപ്പോൾ x tan theta ഞാൻ പുറത്തേക്ക് എടുത്തു. ഇവിടെ ആരുണ്ട്? 1 ഉണ്ട്. മൈനസ് gx ഉണ്ട്. x സ്ക്വയർ എന്നാ എടുത്ത, അപ്പോൾ ഒരു x അപ്പോൾ ഉള്ളൂ. താഴെ u സ്ക്വയർ sin 2 theta ഉണ്ട്. ഈ മുകളിലത്തെ ജീനെ താഴേക്ക് എടുത്താൽ എന്ത് വരും? g വരും. u സ്ക്വയർ sin 2 theta by g എന്നതാ റേഞ്ച്. അപ്പൊ ഇവനെന്ത് ചെയ്യാം? റേഞ്ച് നേരിട്ട് എഴുതും. അപ്പൊ ഇത് വേറൊരു മോഡലിംഗ് ഒരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനത്തെ അറിയോ? നോക്കി, ഒരു കെട്ടിടമുണ്ട്. ഈ കെട്ടിടത്തിന്റെ മുകളിൽ ഒരു മനുഷ്യനുണ്ട്, തീവ്രവാദി ആയിക്കോട്ടെ. നമുക്ക് ഇവനെ വെടിവെച്ച് കൊല്ലണം. കറക്റ്റ് അവന്റെ തലയിൽ വെടിവെച്ച് കൊല്ലണം. പ്രത്യേകത, ഇവൻ നിൽക്കുന്നത് ഈ കെട്ടിടത്തിന്റെയും ഈ തലേന്റെയും ആ മനുഷ്യന്റെയും മൊത്തം പൊക്കം നോക്കുന്നത്, മൊത്തം പൊക്കം ഈ പ്രൊജക്ടൈൽ മോഷന്റെ മാക്സിമം ഹൈറ്റിലാണ് കേട്ടോ. എടുത്തു പറഞ്ഞേക്കോ.
ഇവിടെയാണ് തോക്കിരിക്കുന്നത്. ഇവിടെ വെക്കുകയാണ് ഇങ്ങോട്ടേക്ക് കറക്റ്റ് തലയിലേക്ക്. ചോദിച്ചേക്കുന്നത് എത്ര ആംഗിളിൽ ഞാൻ ഗൺ പിടിക്കണം എന്ന്. ഓപ്ഷൻ ഉണ്ട് 2h/a, 2h/2a, h/a, അങ്ങനത്തെ കുറെ ഓപ്ഷൻസ്. നോക്കി ഇതെങ്ങനെ ചെയ്യുന്നറിയോ? ഞാൻ ഈ പ്രൊജക്റ്റിൽ മോഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഇത് എ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും മാക്സിമം ഹൈറ്റ് എപ്പോഴും കറക്റ്റ് നടക്കല്ലേ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്രയാവും? എ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം y is equal to x tan theta 1 minus x/r. ഇതല്ലേ ഈക്വേഷൻ. y എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പോയിന്റിലെ ഈ ഹൈറ്റ്. ഞാനിത് എനിക്ക് ഇവിടുത്തെ അറിയാം, കാരണം ഈ നടുക്കത്തെ അറിയാം. y എന്ന് പറഞ്ഞാൽ ഹൈറ്റ് മാക്സിമം, h മാക്സിമം. അതിന് നമുക്ക് വേണമെങ്കിൽ h എന്ന് വിളിക്കാം. ഓക്കെ, h ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ, അവിടെ വരെയുള്ള എക്സ് എത്രയാ മക്കളെ? എ ആണ്. അപ്പൊ എ ടാൻ തീറ്റ ബ്രാക്കറ്റില് 1 മൈനസ് എക്സ് എത്രയാ? എ. ആർ എത്രയാ? റേഞ്ച് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം എത്രയാ? 2a. അപ്പൊ എന്നാ വരും? എ ടാൻ തീറ്റ 2a മൈനസ് എ. അപ്പൊ എ ഡിവൈഡ് ബൈ 2a. എ ഇവിടെ നിന്ന് എടുക്കണം. 1 മൈനസ് 1/2 അതെത്രയാ? 1/2. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു 2h ഡിവൈഡ് ബൈ എ. ഈ 2 ഇങ്ങോട്ട് കൊണ്ടുവന്നു, 2 into h ഡിവൈഡ് ബൈ എ. ഇതാണ് ആംഗിൾ. ഈ ആംഗിൾ ഇട്ടാൽ 2h/a ടാൻ തീറ്റ. അത് തീറ്റ കണ്ടുപിടിച്ചു. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2h/a. കേട്ടോ, ഇത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. ഈ വലിയ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറിഞ്ഞാൽ മതി. ഇനി നമുക്ക് എയിംസ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. A particle is projected with an angle of projection theta to the horizontal line passing through the points PQ and QP, referred to horizontal and vertical axis, can be treated as x-axis and y-axis respectively. The angle of projection can be given by theta ചോദിച്ചേക്കുന്നത് ഇതാണ്. ഇത് എയിംസ് 2015 ക്വസ്റ്റ്യൻ. നോക്കി, ഇതാ പ്രൊജക്റ്റൈൽ മോഷൻ. PQ എന്നുള്ള പോയിന്റിലും QP എന്നുള്ള പോയിന്റിലും ആ സാധനം പോകുന്നുണ്ടെന്നാണ്. അപ്പൊ ഏതാണ്ട് ഇങ്ങനെയായിരിക്കും അതിന്റെ പോകുന്നത്. നമുക്കിവിടെ ഒരു പി എടുക്കാം. ഇത്രയും ദൂരം പി, ഇത്രയും ദൂരം ഇവിടുത്തെ പി. കേട്ടോ, ഇത്രയും ദൂരം ഹൈറ്റ് എടുക്കാം, ഇത്രയും ദൂരം ക്യൂ എടുക്കാം, ഇത്രയും ദൂരം ക്യൂ. എത്ര ദൂരം എടുത്ത്? ഇത്രയും ദൂരം ക്യൂ. അപ്പൊ ഇത്രയും ദൂരം ക്യൂ. കുറച്ച് കൂടുതൽ ദൂരം എടുക്കാം, ഇത്രയും ദൂരം എടുക്കാം. ഇത്രയും ദൂരം ക്യൂ. എന്നാൽ ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതായത് പി ക്യൂ എന്ന പോയിന്റിലും ക്യൂ പി എന്നുള്ള പോയിന്റിലും കേട്ടോ. ഇതാണ്ട് ഇത്രയും ഈ ഹൈറ്റ്, ഏതാണ്ട് ഇത്രയും ഫിഗർ ഇങ്ങനെ വിചാരിച്ചാൽ മതി. ഈ രണ്ട് പോയിന്റും കൂടി ഈ പ്രൊജക്റ്റിൽ പോകുന്നുണ്ട്. ചോദിച്ചേക്കുന്നത് തീറ്റ എത്രയായിരിക്കും എന്നാണ്. നമുക്കറിയാം y is equal to x tan theta 1 minus x/r എന്നുള്ള ജനറൽ ഇക്വേഷൻ. ഇത് അപ്ലൈ ചെയ്യുന്നത് വലിയ ഗുണമില്ല, കാരണം ജിയും യുവും ഒക്കെ പറഞ്ഞു, ഇനിഷ്യൽ വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതാണെങ്കിൽ നമുക്ക് നോക്കിയേ, എക്സും വൈയും പിന്നെ ഒരു ആറുണ്ട് അല്ലേ. നമുക്ക് ഈ ആറിനെ മാറ്റാനായിട്ട് ആർ എത്രയിലാവട്ടെ? വൈ നോക്കിയേ, ആദ്യത്തെ പോയിന്റ് ഇവിടുത്തെ വൈ ആരാ? ക്യൂ ഈസ് ഈക്വൽ ടു അവിടുത്തെ എക്സ് ആരാ? P tan theta 1 minus x ആര? P divided by R. ഒരു ഇക്വേഷൻ കിട്ടി. അടുത്ത പോയിന്റിൽ P equal to, കാരണം Y equal to x ആര? Q tan theta 1 minus x ആര? Q divided by R. രണ്ടേ ഡിവൈഡ് ചെയ്തേ.
രണ്ടിനെ കൂടി ഡിവൈഡ് ചെയ്യാൻ നേരത്ത് ഇവിടെ എന്ത് വരും? ക്യൂ ബൈ പി ഇസ് ഈക്വൽ ടു പി ബൈ ക്യൂ. ടാൻജിൻ്റെ വെട്ടിപ്പോയി. 1 മൈനസ് പി ബൈ ആർ 1 മൈനസ് ക്യൂ ബൈ ആർ. നിങ്ങൾ വിളിച്ചോ ക്യൂ സ്ക്വയർ. ഇതെന്ത് വന്നു? പി സ്ക്വയർ. 1 മൈനസ് ക്യൂ ബൈ ആർ കൊണ്ട് ഇങ്ങോട്ട് ഗുണിക്കാം കേട്ടോ. അപ്പൊ എന്നാ വരും? ഇവിടെ മുകളിൽ ക്യൂ സ്ക്വയർ മൈനസ് ക്യൂ ക്യൂബ് ബൈ ആർ. താഴെ എന്നാ വരും? ഇവനെ കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തോ. പി സ്ക്വയർ മൈനസ് പി ക്യൂബ് ബൈ ആർ. ബാക്കി ആരുണ്ട് ഇവിടെ? 1 ഉണ്ട്. നമുക്കിനി ഇവനെ അങ്ങോട്ടേക്ക് മാറ്റി എഴുതിയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. പി ക്യൂബ് ബൈ ആർ. ആറിനല്ലേ കളയണ്ടേ? ഇവനെ ഇങ്ങോട്ട് കൊടുക്കും. ക്യൂ സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യൂ ക്യൂബ് ബൈ ആർ മൈനസ് പി ക്യൂബ് ബൈ ആർ. ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇവനെ അങ്ങോട്ട് കൊണ്ടു. 1/r പുറത്തെടുത്താൽ ക്യൂ ക്യൂബ് ബൈ അല്ല ക്യൂ ക്യൂബ് മൈനസ് പി ക്യൂബ്. ബാക്കി ആരുണ്ട്? 1/r. ഓക്കെ, മായ്ച്ചളെങ്കിൽ അപ്പോൾ ക്യൂ ക്യൂബ് മൈനസ് പി ക്യൂബ് 1/r ആണ്. അപ്പോൾ ആർ എന്നാ വരും? ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആർ ഇസ് ഈക്വൽ ടു ഈ ആറ് അടി കിടക്കുന്നു കേട്ടോ. അപ്പോൾ ആറ് ഞാൻ മുകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവന്മാരെ ചെയ്തു താഴേക്ക്. ആർ ഇസ് ഈക്വൽ ടു ക്യൂ ക്യൂബ് മൈനസ് പി ക്യൂബ് ഡിവൈഡ് ബൈ ക്യൂ സ്ക്വയർ മൈനസ് പി സ്ക്വയർ. അമ്മേ, ഈ ഇക്വേഷൻ കിട്ടിയില്ലേ? ഇനി ഈ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? നമുക്കിത് ഇവിടെ കൊണ്ടേ കൊടുത്താൽ മതി. അപ്പോൾ ഏതൊരു ടൈം കിട്ടും, ഏതെങ്കിലും ടൈം കിട്ടും. അവിടെ എന്ത് ചെയ്യാം? ടാൻ ഇൻവേഴ്സ് കാണാം കേട്ടോ. ചെയ്ത് നോക്കി. എ ക്യൂബ് മൈനസ് പി ക്യൂബ് എന്നാ? എ മൈനസ് ബി ഇൻറ്റു ഇവിടെ ക്യൂ മൈനസ് പി ആണ് അല്ലേ? അപ്പോൾ ക്യൂ മൈനസ് പി ഇൻറ്റു ക്യൂ സ്ക്വയർ പ്ലസ് ക്യൂ പി പ്ലസ് പി സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാ? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. ഇതും ഇതും വെട്ടിപ്പോയി. അപ്പോൾ അത് രണ്ടും പോയി. ബാക്കി ആരൊക്കെ ഉണ്ട്? ക്യൂ സ്ക്വയർ പ്ലസ്. അപ്പോൾ അത് 6 കിട്ടി. ഈ 6 നമുക്ക് പണി തരോ? ഏതെങ്കിലും ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നോക്കിയേ, ക്യൂ ഈക്വൽ ടു പി ടാൻ തീറ്റ 1 മൈനസ് പി ബൈ ആർ. ഈ ഇക്വേഷനിൽ ആറിൻ്റെ അവിടെ നമുക്ക് ഈ ഇക്വേഷൻ കൊടുക്കാം. ആർ ക്യൂ സ്ക്വയർ പ്ലസ് പി ക്യൂ പ്ലസ് പി സ്ക്വയർ. അടിയിൽ ആരുണ്ട്? ക്യൂ പ്ലസ് പി ഉണ്ട് അല്ലേ? അപ്പോൾ പി പ്ലസ് ക്യൂ. ഈ പിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ക്യൂ ബൈ പി. അപ്പോൾ ക്യൂ ബൈ പി ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ഇൻറ്റു ഇതിൻ്റെ 1 ക്യൂ സ്ക്വയർ പ്ലസ് പി ക്യൂ പ്ലസ് പി സ്ക്വയർ മൈനസ് പി ക്യൂ മൈനസ് പി സ്ക്വയർ മൈനസ് പി ക്യൂ ഹോൾ ഡിവൈഡ് ബൈ ക്യൂ സ്ക്വയർ പ്ലസ് പി ക്യൂ പ്ലസ് പി സ്ക്വയർ. ഇവനും ഇവനും പോയി, പി സ്ക്വയറും പോയി. ബാക്കി ആരുണ്ട്? ക്യൂ സ്ക്വയർ മാത്രമുണ്ട്. ഇതാണ് എന്ത്? ഈ സാധനം ഇട്ട് ഇത്രയും കിട്ടിയില്ലേ? നമുക്ക് പണി ചെയ്യാം. ഇവനെ എടുത്ത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവനെ നോക്കി, ഇവനും വെട്ടിപ്പോയില്ലേ? ഒരു ക്യൂ ഇല്ല ഇവിടെ. ഇവനെ എടുത്ത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ബാക്കി ക്യൂവിനടുത്ത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ക്യൂ സ്ക്വയർ പ്ലസ് പി ക്യൂ പ്ലസ് പി സ്ക്വയർ. ക്യൂവിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തോ. പി ക്യൂ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. നമ്മൾ വെച്ചേക്കുന്നത് തീറ്റ. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് പി ക്യൂ ഡിവൈഡ് ബൈ പി ക്യൂ. ഏതാ ഓപ്ഷൻ? ഇതാണ് ഓപ്ഷൻ കേട്ടോ. ടാൻ ഇൻവേഴ്സ് പി സ്ക്വയർ പ്ലസ് ആ സാധനം. ഇതാണ് എയിംസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ഇച്ചിരി പാടാണല്ലേ? ഭയങ്കര ലെങ്ത് ഉണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വീഡിയോ ഒന്നുകൂടി ഒന്ന് കണ്ടാൽ മതി. ഭയങ്കര വലുതായി തോന്നും, പക്ഷെ എളുപ്പമാണ്. അപ്പം ഇങ്ങനെ ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. ജനറൽ ഇക്വേഷൻ എഴുതി. വൈഡ് അവിടെ ക്യൂ കൊടുത്തു, എക്സിൻ്റെ അവിടെ പി കൊടുത്തു, ഇവിടെ പി കൊടുത്തു, ക്യൂ കൊടുത്തു, എക്സിൻ്റെ അവിടെ പി കൊടുത്തു, എക്സിൻ്റെ അവിടെ ക്യൂ കൊടുത്തു. രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്തിട്ട് എന്നാ ചെയ്തേ? ടാൻജിറ്റ വെട്ടിപ്പോയി. എൻ്റെ ഉദ്ദേശം 6 കാണലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഈ ഇക്വേഷൻ സിമ്പിൾ മാക്സ് ചെയ്തിട്ട് നമ്മുടെ ആരം പിടിച്ചു.
ആറ് കിട്ടി. ഇവിടെ നമ്മൾ വെട്ടിക്കളഞ്ഞു. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്തു. എ മൈനസ് ബി വെട്ടിക്കളഞ്ഞു. ഈ ഇക്വേഷൻ ആറിന്റെ അവിടെ ഇട്ട് കൊടുത്തു നമ്മൾ എക്സ് ബൈ ആറിന്റെ അവിടെ. ഏതെങ്കിലും ഇക്വേഷനിൽ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ഈ ഇക്വേഷനിൽ പി ഇക്വൽ ടു ക്യൂ ഇൻറ്റു ഇവിടെ നിങ്ങൾ ഇവിടെ കൊടുത്താലും കുഴപ്പമില്ല, കിട്ടിക്കോളും കേട്ടോ. അവസാനം ഇവനെടുത്ത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവനെടുത്ത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. സിമ്പിൾ, കഴിഞ്ഞ പരിപാടി. അപ്പൊ ഇത്രയാണ് നമുക്ക് ട്രജക്ടറി ആയിട്ട് പറയാനുള്ളത്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത് ഭയങ്കര കൂടുതലായി പോയില്ലേ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കണം കേട്ടോ.